ഈ ഈ വേട്ടക്കാരന്റെ കൂടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ഈ സംഭവം ഉണ്ടായത് മുതൽ ഞങ്ങൾ ആ വിഷയത്തിനകത്ത് ജാഗ്രതയോടുകൂടി ആ ഇരക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായി അന്ന് ഭരിക്കുന്നതും ആ നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധി മാത്രമല്ല അന്ന് മന്ത്രി കൂടിയാണ് ശൈലജ ടീച്ചർ. ആ വിഷയത്തിനകത്ത് ഈ പറയുന്ന പ്രതിയുടെ കൂടെ തന്നെയാണ്, പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിന്റെ കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്, കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതിനകത്ത് സമയത്തിന് കൂടുതൽ തെളിവുകൾ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേക ടീച്ചറുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വലിയ വിമർശനത്തിന് ഇടയാക്കിയൊരു കാര്യമാണ്. ടീച്ചർക്കും ടീച്ചറുടെ വകുപ്പിനും അങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുമായി ധാരണയാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ധാരണയൊക്കെ ആയിരുന്നു എടുത്തിട്ടുള്ളത് എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്ത് വളരെ ബോധപൂർവമായ ഇടപെടൽ വേട്ടക്കാരന്റെ ഈ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു. BJPയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു എന്നെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. അതെ, അതാണ് ഒരു മന്ത്രിയിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്ന് ഇതായിരുന്നോ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതെ, ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞിവിടെ കൊട്ടിഘോഷിക്കുമ്പോൾ അതിന് വേറൊരു മുഖമുണ്ട് എന്നുള്ളത് പാലത്തായി കേസിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. അപ്പോ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞ് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഒരു പിഞ്ചു വാരികയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഒരു അമ്മയാണ്. അവർക്ക് ആ നിലപാട് അവരെടുത്തത് ആരോടൊപ്പമാണ്? ആ കുഞ്ഞിനോട്, കുടുംബത്തോടൊപ്പം അല്ലല്ലോ അവരെടുത്തത്. ഈ പറയുന്ന പ്രതിയൊക്കെ വേണ്ടിയിട്ടല്ലേ? സംഘപരിവാറുകാരണം പാലത്തായി പോക്സോ കേസ് മാതാവ് നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ല. മുൻ മന്ത്രി കെ കെ ശൈലജയ്ക്ക് കോടതിയുടെ വിമർശനം. കോടതി എന്താ ചോദിച്ചത്? ഒരു ജനപ്രതിനിധി തന്റെ മണ്ഡലത്തിൽ നടന്ന ഒരു കാര്യം, അത് മാത്രമല്ല ആ മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ നടന്ന കാര്യം, അധികാരമുണ്ടായിട്ടും ജനപ്രതിനിധിയായിട്ടും ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് കെ ശൈലജയ്ക്കെതിരെ കോടതി ഉന്നയിച്ചിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്. ആരാണ് കെ ശൈലജ? വടകരയിൽ ഷാഫി പറമ്പിലിനോട് 8 നിലയിൽ പൊട്ടിയ കെ ശൈലജ. ആ കെ ശൈലജ ടീച്ചറമ്മ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് ആഘോഷിച്ച അടിമക്കൂട്ടങ്ങൾ പറയുന്നത് പോലെ ടീച്ചറമ്മയല്ല ഈ കെ ശൈലജക്ക് മറ്റൊരു മുഖമുണ്ട്. അത് കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുഖമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മുഖമാണ്. കെ ശൈലജക്ക് തന്റെ മണ്ഡലമാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ ഈ പറയുന്ന പോക്സോ കേസ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളായ പാലത്തായിലെ ഈ പറയുന്ന പത്മരാജൻ എന്ന് പറയുന്ന സംഘ് പരിവാറിന്റെ RSSന്റെ നേതാവ്, ആ നേതാവിനെതിരെ കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധികൾ വലിയ വാർത്തയായതാ. അന്ന് ആ വിധി വന്നതിന് തൊട്ടു പിന്നാലെ കെ ശൈലജ അന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞത് മുസ്ലിം ലീഗും SDPIയും കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കെ ശൈലജ ഒരു നുണ പറച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്ത്രീ എന്ന് പറയുന്നത് കാപട്യക്കാരിയാണ്. കാപട്യക്കാരി എന്ന് പറഞ്ഞാൽ വാ തുറന്നാൽ പച്ച കള്ളം മാത്രം വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പുറത്ത് വന്നതിൽ പിന്നെ ഉറക്കം നഷ്ടപ്പെട്ട ഈ പറയുന്ന കെ ശൈലജ അതിനുശേഷം പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കോടതി വിധി ഈ പത്മരാജൻ എന്ന് പറയുന്ന ആ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച പത്മരാജൻ എന്ന് പറയുന്ന RSS നേതാവിന് വേണ്ടി വിടുപണി ചെയ്ത കെ ശൈലജ. ആ കെ ശൈലജ അന്ന് വിധി പ്രസ്താവം വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് മുസ്ലിം ലീഗും SDPIയും കൂടി ചേർന്ന് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ അതിനെ നേരിട്ടു എന്നുള്ളതാണ്. പക്ഷെ ഈ പാലത്തായി കേസിൽ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും SDPIയും എന്നല്ല കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഈ RSSന്റെ സംഘ് പരിവാറിന്റെ ഏജന്റ് ആയിട്ടുള്ള കെ ശൈലജ തന്നെയാണ്. കാരണം കെ ശൈലജക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മട്ടന്നൂരിൽ വിജയിച്ച് കയറണമെങ്കിൽ RSSകാരന്റെ വോട്ട് വേണം, BJPക്കാരന്റെ വോട്ട് വേണം. അവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഒരു നാടകം, ഒരു അന്തർധാര, ഒരു പൊളിറ്റിക്കൽ നെക്സസ്, ഒരു അൺഹോളി നെക്സസ്
അത് വ്യക്തമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കെ ശൈലജയ്ക്ക് വിജയിച്ച് കയറണമെങ്കിൽ RSSകാരന്റെ വോട്ട് വേണം. ആ RSSന്റെ വോട്ടിന് വേണ്ടി ഈ പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാണിച്ച ആ RSSകാരന് വേണ്ടി, ആ ക്രിമിനലിന് വേണ്ടി, ആ വൈറ്റ് കോളർ ക്രിമിനലിന് വേണ്ടി കെ ശൈലജ വിടുപണി ചെയ്തു. ഇന്ന് കോടതി പറയുക. കോൺഗ്രസ്സുകാരനല്ല പറയുന്നത്, മുസ്ലിം ലീഗുകാരനല്ല പറയുന്നത്, മറ്റാരുമല്ല പറയുന്നത്, കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഈ കോടതി ഈ പറയുന്ന കേസിൽ വിധി പ്രസ്താവം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കണ്ടതും കേട്ടതും നടന്നതുമായ വാദപ്രതിവാദങ്ങൾ, തെളിവുകൾ എല്ലാത്തിനെയും അടിസ്ഥാനമാക്കി കോടതി കണ്ടെത്തിയ കാര്യമാണ് കെ ശൈലജ വിടുപണി ചെയ്തു. RSSന്റെ വൈറ്റ് കോളർ ഭീകരന് വേണ്ടി കെ ശൈലജയുടെ കൂട്ടിക്കൊടുപ്പ്. കെ ശൈലജ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ അമ്മയല്ല, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യക്കാരിയാണ് കെ ശൈലജ. അതിനുള്ള മറുപടി വടകരക്കാർ കൊടുത്തിട്ടുണ്ട്. അവിടെ വടകരക്കാർ 8 നിലയിൽ പരാജയപ്പെടുത്തി. പെട്ടി തുറന്നപ്പോ 8 നിലയിൽ പൊട്ടി കെ ശൈലജ. 1,14,506 വോട്ടിന് കെ ശൈലജ പരാജയപ്പെട്ടു. കെ ശൈലജ ഈ നുണ പറച്ചില് കുറെ കാര്യങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നതാ. എന്ന് മുതലെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. നുണ പറച്ചിലുകൾ മാത്രമായിരുന്നു, മേനി പറച്ചിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവർത്തികളൊക്കെ മറ്റൊന്നായിരുന്നു. തൻ്റെ പ്രവർത്തികളെ RSSകാരനെ രക്ഷിച്ചെടുക്കാൻ, ഈ കേസിൽ RSSകാരനെ രക്ഷിച്ചെടുക്കാൻ കെ ശൈലജ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ശ്രീജിത്തിനെ ഈ പറയുന്ന അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കേണ്ടി വന്നു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ. എന്നിട്ട് കെ ശൈലജ ഈ പിച്ചുമ്പയും പറയാൻ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് ഈ കാര്യങ്ങൾ. ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ ഇറങ്ങി വന്നപ്പോ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ഷാഫിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. തൻ്റെ പ്രവർത്തനങ്ങളെ മൂടിവെക്കാൻ വേണ്ടിയുള്ള പച്ച നുണകൾ നിരന്തരം പടച്ചു വിടുന്ന നുണകളുടെ ഫാക്ടറികളുടെ തമ്പുരാനായിരുന്നു കെ ശൈലജ. അത് തന്നെയാണ് കോടതി പറഞ്ഞതും. ടീച്ചർ അമ്മയല്ല, കാപട്യക്കാരിയാണ്. ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കെ ശൈലജ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിടുപണി ചെയ്യുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനോട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം ക്രൂരത കാണിക്കുന്നത്? ഉളുപ്പില്ലേ ഉളുപ്പില്ലേ ശൈലജെ, ഉളുപ്പില്ലേ ശൈലജെ? ലജ്ജിക്കണം ശൈലജെ, ലജ്ജിക്കണം. നാണവും മാനവുമില്ലാത്ത കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, RSSകാരന് വേണ്ടി വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയം നിർത്തി പോയിക്കൂടെ? കുറെ കാലമായില്ലേ തുടങ്ങിയിട്ട്. ഒരു പിഞ്ചു കുഞ്ഞിനോട് അധികാരത്തിൽ ഇരുന്നു കൊണ്ട്, ആ അധികാരത്തിന്റെ ഗർവം ഉപയോഗിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കാൻ നാണമില്ലായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങളാണോ ടീച്ചറമ്മ? നിങ്ങൾ കാപട്യക്കാരിയാണ്. ലജ്ജിച്ചേ മതിയാകൂ. കോടതി തന്നെ തുറന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ശൈലജയ്ക്ക് പറയാനുള്ളത്? RSSന്റെ വൈറ്റ് കോളർ ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന ശൈലജ നടത്തിയ നാടകങ്ങള്, ശൈലജ നടത്തിയ അതിരുവിട്ട നടപടികള്, അതിരുവിട്ട കളികള്, അതൊക്കെ കോടതിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. ടീച്ചർ അമ്മയല്ല, കാപട്യക്കാരിയാണ് എന്നുള്ള കാര്യം. വെറുതെയല്ല വടകരയിലെ ജനങ്ങൾ അടിച്ച് മൂലക്കിരുത്തിയത്. ഡൽഹിക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത ശൈലജയ്ക്ക് ആ ടിക്കറ്റ് കാശ് കൂടി നഷ്ടപ്പെടുന്ന രീതിയിൽ അടിച്ച് മൂലക്കിരുത്തിയത് വടകരക്കാരുടെ തിരിച്ചറിവാണ്. ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിനുള്ള താക്കീതാണ്. ഒരു പിഞ്ചു കുഞ്ഞിനോട് കാണിച്ച ക്രൂരതക്കുള്ള മറുപടിയാണ്. അതിന്റെ രൂപമായിരുന്നു പാലക്കാട്ടെ തോൽവി എന്ന് കെ ശൈലജ ഇന്ന് തിരിച്ചറിയുന്നുണ്ടാകും. ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അരെ വാ, കൊള്ളാം. അല്ലെങ്കിലും RSSന്റെ ഏജന്റുമാരാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാർ. പിണറായി വിജയൻ മറ്റൊരു ഏജന്റ്,
ഇതും RSSന്റെ ഏജന്റാണ്. RSSന്റെ സംഘ് പരിവാറിന്റെ വൈറ്റ് കോളർ ക്രിമിനലുകൾക്ക്, ആശാരം പാടുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്ന, വിട്ടുപണി ചെയ്യുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരപ്പാ? കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? എന്താലേ പവറ്! മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനോട് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ, അത് തന്നെയാ വടകരക്കാരെ അടിച്ച് മൂലക്കിരുത്തിയത്. ഡൽഹിക്ക് പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. ഡൽഹിക്ക് കൂടി പോകണമായിരുന്നു. പിണറായി വിജയന് കുറച്ചുകൂടി ഈസി ആയന കാര്യങ്ങൾ. കാരണം പിണറായി വിജയന്റെ ഏജന്റ് എന്ന നിലയിൽ ഒരു ഇന്റർമീഡിയറി ആവാൻ ഇടക്കിടക്ക് ഡൽഹിക്ക് പോകേണ്ട ആവശ്യം പിണറായി വിജയൻ വരില്ലായിരുന്നു. ശൈലജ ഡൽഹിയിലുള്ളപ്പോൾ ആ പണി ശൈലജ വൃത്തിയായി ചെയ്യുമായിരുന്നു. ശൈലജ ഈ പറയുന്ന മട്ടന്നൂരിൽ വിജയിച്ച് കയറിയത് RSSകാരുടെ വോട്ട് വാങ്ങിയിട്ടാണ്. ആ RSSകാരനായ ക്രിമിനൽ, വൈറ്റ് കോളർ ക്രിമിനൽ, ആ ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ ശൈലജ നടത്തിയ നീക്കങ്ങൾ കോടതി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പുറത്തു വരുന്ന വാർത്തകള്. ശൈലജ, ലജ്ജമില്ലേ, ലജ്ജയില്ലേ ശൈലജ?